പ്രിയമുള്ളവരെ നമസ്കാരം. അപ്പോൾ നമ്മുടെ ഗ്രാൻഡ് വിസ്റ്റ പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ ആദ്യമായിട്ട് ചെറിയൊരു ഷോർട്ട് ഫിലിമിലൂടെ നമ്മൾ തുടക്കം കുറിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഗ്രാൻഡ് വിസ്റ്റ പ്രൊഡക്ഷൻസ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്ഷൻ കമ്പനിയുടെ ഒരു ഔദ്യോഗികമായിട്ടുള്ള എന്താ പറയുക ഒരു ചുവടുവയ്പ് കൂടിയായിരുന്നു, ഇതിന് ഒരു തുടക്കം കുറിക്കൽ കൂടിയായിരുന്നു ഈ ഒരു ചടങ്ങ് എന്ന് പറയുന്നത്. നമ്മുടെ ഇതിൻ്റെ പ്രൊഡ്യൂസർ സുരേഷ് ഒന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇങ്ങനെയൊരു കാര്യം മകന് അഭിനയിക്കണമെന്നുള്ളൊരു ആഗ്രഹം, പക്ഷെ അവൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ സിനിമയാണ്. ആ സിനിമയിലേക്കുള്ള ഒരു തുടക്കത്തിലേക്ക് എന്നുള്ള ഒരു ചുവടുവയ്പ് എന്നുള്ള രീതിയിൽ ചെറിയൊരു ഷോർട്ട് ഫിലിം ചെയ്ത് വേണം തുടങ്ങാൻ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്ക് ചെറിയൊരു രീതിയിൽ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ ചെറിയ രീതിയിലുള്ളൊരു കഥ വന്നത് വികസിപ്പിച്ചെടുത്ത് അതിൻ്റെ ആ ഒരു പൂർണ്ണ ആവിഷ്കാരമാണ് നിങ്ങളിപ്പോൾ ഇവിടെ കണ്ടു കഴിഞ്ഞത്. അപ്പോൾ ഈ ഒരു ഷോർട്ട് ഫിലിം ഈ പറയുന്ന ആദർശിനെയും അതുപോലെ മറ്റുള്ള നമ്മുടെ ദേവദർശിൻ്റെയും മറ്റുള്ള എല്ലാവരുടെയും ഒരു തുടക്കം തന്നെയാണ്. സിനിമയിലേക്കുള്ള ഒരു ചുവടുവയ്പ്പായിട്ട് തന്നെയാണ് ഇത് കാണുന്നത്. അപ്പോൾ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികളും ഇതിൽ സഹകരിച്ച എല്ലാവർക്കും നന്ദി പറയുകയാണ്. കാരണം ഇതിൻ്റെ എടുത്തു പറയേണ്ട പേരെന്നുള്ളത് സുരേഷേട്ടനെ തന്നെയാണ്. കാരണം ഒരു പ്രൊഡ്യൂസർ എന്ന നിലയിൽ ഒരു പ്രൊഡ്യൂസറായിട്ട് തന്നെ നമ്മളിപ്പോൾ അനിയൻ സാറ് പറഞ്ഞ പോലെ ഒരു കുടുംബം പോലെ തന്നെയായിരുന്നു നമ്മൾ ഇതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ഷൂട്ട് കാര്യങ്ങളും ഇതെല്ലാം നടന്നത്. ഞാൻ ഇതേപോലെ തന്നെ ഷോർട്ട് മൂവിയൊക്കെ ചെയ്താണ് ജവാനും മുല്ലപ്പൂവും എടുത്തത്. അപ്പോൾ നമ്മൾ തുടക്കം മുതൽ ഞാനിവിടെ കേൾക്കുന്നൊരു കാര്യമുണ്ട്, ചെറിയ സിനിമ അല്ലെങ്കിൽ ചെറിയ എന്ന വേർഡ്. ഈ സിനിമയിൽ ശരിക്കും ചെറുത് വലുത് എന്നൊന്നുമില്ല കേട്ടോ. സിനിമ അല്ലെങ്കിൽ നമ്മൾ പറയും ഷോർട്ട് മൂവി, മിനി മൂവി, അതുപോലെ ഫീച്ചർ ഫിലിം എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ ചെറുതൊന്നുമില്ല. എനിക്ക് തോന്നുന്നു സിനിമയെക്കാളും വളരെ മനോഹരമായ ഭയങ്കര ക്രിയേറ്റീവായിട്ട് ചിന്തിച്ച് 1 മിനിറ്റിലൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരുപാട് നല്ല ഷോർട്ട് മൂവീസ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ ചെയ്തിരിക്കുന്ന പോലെ ഇത്ര ഗ്രാൻഡായി ചെയ്തിരിക്കുന്ന പോലെ ഒരുപാട് നല്ല ചെറിയ പടങ്ങളുണ്ട്. അപ്പോൾ അതിനെ വളരെ ചെറുതായി കാണണ്ട. ഇപ്പോൾ എനിക്ക് അനിയൻ ചേട്ടനെ വളരെ 2-3 വർഷം മുമ്പേ അറിയാം. സുഭാഷും ഞാനും ഇതുപോലെ തന്നെ സിനിമാ സ്വപ്നവുമായിട്ട് ഒരുപാട് പ്രൊഡ്യൂസേഴ്സിനെ എടുത്തും പ്രൊഡക്ഷൻ ഹൗസിലൊക്കെ സഞ്ചരിക്കുന്ന സമയത്ത് ഞങ്ങൾ ജവാനും മുല്ലപ്പൂവിൻ്റെ സമയത്താണ് അദ്ദേഹത്തെ കാണുന്നത്. അങ്ങനെ എൻ്റെ സെറ്റിലൊക്കെ വന്നിട്ടുണ്ട്, ഞങ്ങളങ്ങനെ പരിചയപ്പെട്ടിട്ടുണ്ട്. അന്ന് പോലെ എനിക്കറിയാം. പിന്നെ ഈ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ സിനിമ വളരെ വളരെ ഗ്രാൻഡായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്കങ്ങനെ പറയാം, ഒരു പുതിയ എന്താ പറയുക, കുട്ടികൾ അഭിനയിക്കുന്നു അല്ലെങ്കിൽ ഫ്രഷേഴ്സിൻ്റെ ഹാൻഡ്ലിംഗ് ഒന്നും അല്ല. വളരെ വ്യക്തമായിട്ട് തന്നെ ഈ പിള്ളേരെല്ലാവരും വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് അത് എഡിറ്റ് ചെയ്ത ക്യാമറ ചെയ്ത പയ്യനെ പ്രത്യേകിച്ച് ഒരു അപ്രീസിയേഷൻ കൊടുക്കാൻ വളരെ നന്നായി ചെയ്തിട്ടുണ്ട്. എനിവേ ഇത് നല്ല രീതിയിൽ തന്നെ വരും. നല്ലൊരു തുടക്കമാണ്, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നല്ല തുടക്കമാണ്, നന്നായിട്ടുണ്ട്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ അതോടൊപ്പം ഞങ്ങളൊക്കെ ഒരു ഫാമിലി പോലെയാണ്. സുഭാഷ്, ഞാൻ, അതുപോലെ അനിയൻ ചേട്ടൻ എന്നെ എന്ത് കാര്യമുണ്ടെങ്കിലും വിളിക്കാറുണ്ട്, എന്ത് കാര്യമുണ്ടെങ്കിലും പറയാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ വരേണ്ട ഒരു, അദ്ദേഹം ക്ഷണിച്ചില്ലെങ്കിൽ പോലും വരേണ്ട ഒരു ഉത്തരവാദിത്വം എനിക്കിവിടെ ഉണ്ട്. അങ്ങനെ എന്തായാലും വരാൻ പറ്റി. ഇതൊരു തുടക്കമാവട്ടെ. പ്രത്യേകിച്ച് നല്ല ഒരു ബാക്കപ്പ് ഓഫ് പ്രൊഡ്യൂസർ. സാധാരണ ഈ നമ്മളിങ്ങനെ ഷോർട്ട് ഫിലിം എന്ന് പറയുമ്പോൾ പ്രൊഡ്യൂസർ സപ്പോർട്ടൊന്നും കിട്ടാറില്ല ആർക്കും. എനിക്ക് പ്രൊഡ്യൂസർ സപ്പോർട്ട് ഇല്ലാതെയാണ് ഞാൻ 2 ഷോർട്ട് മൂവി ഞാനും സുഭാഷും ചെയ്തത്. അതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ എന്താണെന്ന് സുഭാഷിന് അറിയാം. അപ്പോൾ ഇവിടെ ഒരു ഗ്രാൻഡ് സപ്പോർട്ട് ഓഫ് പ്രൊഡ്യൂസർ, അദ്ദേഹത്തെ ഞാൻ ഏറ്റവും സന്തോഷത്തോടുകൂടി അപ്രീഷിയേറ്റ് ചെയ്യുക. കാരണം ഏറ്റവും ഭംഗിയായിട്ട് ഇങ്ങനെ ഒരു ചിത്രം എടുക്കാൻ പറ്റിയത് ആദ്യമായി ചെയ്യുന്നു. അതിൻ്റെ ഒന്നും ഒരു തകരാറോ പ്രശ്നങ്ങളോ പ്രൊഡക്ഷനിലോ ഒന്നും ഇല്ലായിരുന്നു. അത് കണ്ടാൽ സിനിമയിലുണ്ടതെല്ലാം. എനിവേ ഗ്രാൻഡ് വിസ്റ്റ പ്രൊഡക്ഷൻ്റെ സുരേഷ് സാറിന് ഏറ്റവും സന്തോഷത്തോടെ സ്നേഹം ആശംസയും അർപ്പിച്ചുകൊണ്ട് താങ്ക് യു സോ മച്ച്. ഈ ഷോർട്ട് ഫിലിം കണ്ടതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് എഴുതി കാണിച്ചപ്പോൾ സിനിമാ ബ്രദേഴ്സ് സുമേഷ് ചന്ദ്രൻ, സുഭാഷ് ചന്ദ്രൻ എന്ന് കാണിച്ചു. അതാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത്. എന്തായാലും ഒരു 1000 പ്രാവശ്യം അല്ല 10000 പ്രാവശ്യം കാണും. ആ പേരങ്ങനെ എഴുതി കാണിച്ചു. കാരണം എൻ്റെ ഒരു വലിയ സ്വപ്നമാണ് മലയാള സിനിമയിൽ. ഇപ്പം സിനിമയിൽ എൻ്റെ മാത്രമാണല്ലോ. ഇപ്പോൾ 3 സിനിമയിലും അല്ല 3ാമത്തെ പടം ഇപ്പോൾ അതിൻ്റെ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നു. അതിലും എഴുതി കാണിക്കും. എൻ്റെ മാത്രം പേരാണ് എഴുതി കാണിക്കാൻ പോകുന്നത്. പക്ഷേ അല്ല 3 സിനിമയിൽ അനിയനുണ്ട്. പക്ഷേ സിനിമ ബ്രദേഴ്സിന് ചേർന്നുകൊണ്ട് അങ്ങനെ എഴുതി കാണിക്കാൻ ഒരു സിനിമ ഞാൻ സ്വപ്നം കണ്ടിരിക്കുന്ന സമയത്ത് ഇത് അപ്രതീക്ഷിതമായിട്ടാണ് ഇങ്ങനെ എഴുതി കാണിച്ചത്. ഞാൻ വിചാരിച്ചില്ല. എന്തായാലും ഉണ്ണിച്ചേട്ടനോട് അതിനൊരു പ്രത്യേക താങ്ക്സ് പറയുകയാണ്. കാരണം ഞങ്ങളിപ്പോൾ ഒരു മാതൃഭൂമിയാണ് ഞങ്ങൾക്കൊരു അങ്ങനെ ഒരു നെയിം, സിനിമ ബ്രദേഴ്സ് എന്നുള്ളൊരു നെയിം തന്നത് മാതൃഭൂമിയാണ്. ഇനിയിപ്പോൾ മലയാള മനോരമ അതിൻ്റെ ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞു. അടുത്ത് തന്നെ ഒരു വരാന്തര പതിപ്പിൽ കേരളം മൊത്തത്തിൽ ഞങ്ങളുടെ ഒരു ന്യൂസ് വരുന്നുണ്ട്. ഞാൻ ബ്രദേഴ്സ് ഞങ്ങളുടെ 2 പേരുടെ
അപ്പൊ അതിനു മുമ്പ് ഇത് ഷോർട്ട് ഫിലിം ഞാൻ മനോരമയ്ക്കൊക്കെ അയച്ചു കൊടുക്കാം. ഇപ്പോഴേ നിങ്ങൾ ഇടുന്നേക്കാളും മുമ്പ് ഇവിടെ ഷോർട്ട് ഫിലിമിൽ വന്നു എന്നൊക്കെ പറഞ്ഞ് അയച്ചു കൊടുക്കാം. ഒരുപാട് സന്തോഷമുണ്ട്. അനിയനുണ്ണിച്ചേട്ടൻ രവിചേട്ടൻ പറഞ്ഞാൽ തന്നെ എന്താ പറയാ, ഒരു ഇതിലിപ്പോ ഡയറക്ടർ ആയിരിക്കാം, പക്ഷെ ഞങ്ങളുടെ അടുത്തൊക്കെ വരുമ്പോ ഞങ്ങളുടെ 3 സിനിമയിലും കൂടെ തന്നെ സുഭാഷ് എന്താ ചെയ്യണ്ടേ, എന്താ എടുക്കണ്ടേ, എന്താ ചെയ്യണ്ടേ, എന്ത് പരിപാടിക്കും അങ്ങനെ അത്രമാത്രം കലയോടുള്ള അത്ര ഇഷ്ടമുള്ളതുകൊണ്ടാണ്. ഞാൻ പലപ്പോഴും പലതരം കഥകൾ കേട്ടിട്ടുണ്ട്. പണ്ട് സിനിമയില് മദ്രാസിലൊക്കെ പോയി കിടക്കുമ്പോൾ അവര് അടുക്കളയിൽ പണിയെടുത്ത് ഓരോ ഡയറക്ടർമാരും അടുക്കളയിൽ ജോലി ചെയ്തും അടിച്ചുവാരിയും പല പരിപാടികളും ചെയ്തിട്ട് സിനിമയിൽ എത്തിപ്പെടാൻ കഷ്ടപ്പെട്ട ആളുകളെയൊക്കെ കണ്ടിട്ടുണ്ട്. അവർക്ക് അതിനോടുള്ള ഒരു പാഷൻ, ആ പാഷനിൽ അവർ എന്ത് വേണമെങ്കിലും ചെയ്യും. അപ്പൊ അങ്ങനെ അനിയനുണ്ണിച്ചേട്ടനെ പരിചയപ്പെട്ടപ്പോൾ ഞങ്ങളുടെ ലൊക്കേഷനിലൊക്കെ വന്നപ്പോൾ എൻ്റെ സുഭാഷ് എന്താ ചെയ്യണ്ടേ, എന്താ എടുക്കണ്ടേ, എന്താണ് ഞാൻ ചെയ്യണ്ടേ, അങ്ങനെയും പറഞ്ഞ് ഈ 3 സിനിമയിലും ഞങ്ങളെ അത്രമാത്രം, അതൊരു സാമ്പത്തികമായിട്ടൊന്നുമല്ല, അദ്ദേഹം അവിടെ വന്നു ഇങ്ങനെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയൊക്കെ നിൽക്കാറുണ്ട്. ക്യാമറ ഡയറക്ടർ ടീമിൻ്റെ ഒക്കെ കൂടെ നിൽക്കും. അപ്പൊ അങ്ങനെ വന്ന് വൈകുന്നേരം പോകും. അപ്പൊ അങ്ങനെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത അനിയനുണ്ണിച്ചേട്ടൻ്റെ ഒരു പരിപാടിക്ക് ഇന്നിപ്പോൾ നമുക്ക് എല്ലാവർക്കും തിരക്കാണെങ്കിൽ തന്നെയും സുമേഷിനെ ക്ഷണിച്ചതാണ്. സുമേഷ് ആഘോഷം എന്ന് പറഞ്ഞ സിനിമയുടെ പ്രൊമോഷൻ ഇന്നാണ് കോഴിക്കോട്. അപ്പൊ ഞാൻ ഉണ്ണിച്ചേട്ടനോട് പറഞ്ഞായിരുന്നു സുമേഷ് ഉണ്ടെങ്കിൽ വരും. പിന്നെ ഞങ്ങളുടെ രവിചേട്ടൻ്റെയും എൻ്റെ ആദ്യത്തെ സിനിമയായ ജവാനും മുല്ലപ്പൂവിൻ്റെയും അപ്പോൾ അതായത് എനിക്ക് ആദ്യം തന്നെ എല്ലാവരുടെയും തിരക്കൊക്കെ മാറ്റിവെച്ച് ഈ ഒരു പ്രിവ്യൂ ഷോ കാണാൻ വന്നതിൽ ഒരുപാട് നന്ദി. പിന്നെ അതെന്താണെന്നറിയില്ല, ഭയങ്കരമായിട്ട് വർക്കിടുന്നു. അതായത് എനിക്ക് ആദ്യം തന്നെ നന്ദി പറയാനുള്ള എൻ്റെ അച്ഛനോടും എൻ്റെ അമ്മയോടുമാണ്. എൻ്റെ എല്ലാ നല്ല ആഗ്രഹങ്ങൾക്കും എപ്പോഴും എൻ്റെ കൂടെ നിന്നത് എൻ്റെ അച്ഛനും എൻ്റെ അമ്മയാണ്. പിന്നെ നമ്മുടെ ചീഫ് ഗസ്റ്റ് ആയ എല്ലാവരും ഒരുപാട് നന്ദി ഈ പ്രിവ്യൂ ഷോന് വന്നതിൽ. പിന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ ആദ്യമായിട്ടാണ് ഒരു ക്യാമറയുടെ മുമ്പിൽ ഫേസ് ചെയ്യണത്. അപ്പോൾ അതിൻ്റെതായ കുറേ കുഴപ്പങ്ങളുണ്ടാവാം. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. എനിക്ക് ഒരുപാട് മുമ്പോട്ട് പോകാനുള്ളതാണ്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഞാൻ എന്നെ തന്നെ സ്വയം മെച്ചപ്പെടുത്താൻ ഞാൻ 100% എൻ്റെ ഭാഗത്ത് ഞാൻ എഫോർട്ട് ഇടുന്നതായിരിക്കും. ഡയറക്ടർ ബി അനിയനുണ്ണി സർ, ഞാൻ ഈ ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കാൻ വരുമ്പോൾ ഞാൻ മലമറിക്കും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ വന്നത്. പക്ഷേ അവിടെ ഒരുപാട് ടേക്ക് അവേ കുറേ സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങൾ സാറുമായിട്ട് പഠിക്കാൻ പറ്റി. സാറിനെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു. ക്യാമറയുടെ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ എങ്ങനെയാണ് പൊസിഷൻസും കാര്യങ്ങളും എല്ലാം. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി. ഈ ഒരു വേദിയിലേക്ക് കിട്ടുന്നത് എന്ന് പറയുമ്പോൾ ഒരു ഭാഗ്യമാണ്. പിന്നെ ഞാൻ ഇതുവരെയായിട്ട് ഒരു സ്റ്റേജിലും ഇങ്ങനൊരു ഇതിൽ നിന്നിട്ടില്ല. പിന്നെ എന്താ പറയുക, എൻ്റെ അമ്മയ്ക്കും എൻ്റെ അച്ഛനും അവരുടെ ഹാർഡ് വർക്ക് കാരണമാണ് ഞാൻ ഇത്രയും ഇതിലെത്തിയത്. പിന്നെ ഉണ്ണി സാറിൻ്റെ എന്ന് വെച്ചാൽ സാർ അതിലൊത്തിരി ഇതെടുത്തിട്ടാണ് ഇത് മുന്നോട്ട് പോയത്. കാരണം ആദ്യം കുറേ ട്രെയിലർ തന്നു, അങ്ങനെ കുറേ പഠിപ്പിച്ച് ശരിയാക്കി എടുത്തു. പിന്നെ എന്താ പറയുക, സാറുമാരെ എനിക്കൊന്നും പറയാൻ എനിക്ക് പേടിയില്ല. ഇങ്ങനെ ഒരു ഇതിലെത്തിയപ്പോൾ ഒരു ഭയവും പിന്നെ ഇത്തരങ്ങൾ പിന്നെ ഇനിയും മുന്നോട്ട് പോകണമെന്നൊരു ആഗ്രഹത്തിൽ മുന്നോട്ട് പോകും എന്ന് ഇതാവുന്നു. നന്ദി, നമസ്കാരം. ഈ ഫിലിമിനെ കുറിച്ച് ആദ്യമായിട്ട് പറഞ്ഞാൽ, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, വളരെ ചെറുതെങ്കിലും അതിമനോഹരം. ആക്ടിങ്, ഡയറക്ഷൻ, എഡിറ്റിംഗ്, ഫോട്ടോഗ്രാഫി, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എല്ലാം ഒന്നിനു മെച്ചം. പിന്നെ ഈ കുട്ടി കലാകാരന്മാരെ, ഇത്രയും നന്നായിട്ട് അഭിനയിക്കുന്ന കുട്ടി കലാകാരന്മാരെ കണ്ടെത്തി ഞങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ച എല്ലാ അണിയറ പ്രവർത്തകർക്കും ഞങ്ങളുടെ എല്ലാം നമസ്കാരം, നന്ദി. പിന്നെ ഈ ഒരു പടം എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ കുറച്ച് കുടുംബക്കാരിവിടെയുണ്ട്. ഞങ്ങളൊക്കെ അത് കാണുമ്പോൾ വളരെ നൊസ്റ്റാൾജിക് ആണ്. കാരണം ഞങ്ങളുടെ തറവാടാണ് ഞങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് കാണാൻ പറ്റിയത്. കുഞ്ഞുനാളിലെ മുതൽ ഓടിക്കളിച്ച വഴികളും കിടന്ന് ജീവിച്ച വീടും കണ്ടപ്പോൾ അതിനേക്കാൾ ഒത്തിരി സന്തോഷം തോന്നി.
ഞങ്ങളുടെ കൊച്ചുകുട്ടി, അതായത് ദേവദർശൻ, ഇനിയും അവൻ്റെ ആഗ്രഹപ്രകാരം വളരെ വളരെ ഉന്നതികളിലേക്ക് വരട്ടെ എന്ന് കൂട്ടത്തിൽ അവൻ്റെ കൂട്ടുകാരും ദൈവത്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഞങ്ങൾ വളരെ ചെറുപ്പകാലം മുതലുള്ള കൂട്ടുകാരാണ്. ഒരുമിച്ച് നാടകം കളിച്ച് നടന്ന ആളുകളാണ്. ഒരേ നാട്ടുകാരാണ്. ഈ കഴിഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഒരു മ്യൂസിക് ആൽബം ഉണ്ടായിരുന്നു. അതിന് എഴുത്ത് നിർവഹിച്ചത് ഞാനായിരുന്നു. നമ്മുടെ പ്രദേശത്തേക്കായിട്ട് എൻ്റെ ഷൂട്ടിങ്ങൊക്കെ നടന്നിരുന്നു. വളരെ ഭംഗിയായിട്ട് ഒരു കാര്യം വിശ്വസിച്ച് ഏൽപ്പിച്ചാൽ അത് ഏറ്റവും ഭംഗിയായിട്ട് ബാസലി പറഞ്ഞതുപോലെ ഇതിൻ്റെ ലാഭനഷ്ടങ്ങളൊന്നും നോക്കാതെ ഇത്രയും കാലമായിട്ട് അദ്ദേഹത്തിന് ഒരു അലച്ചിലുണ്ട് ഇതിൻ്റെ പിന്നിൽ. ഒരു 10 മിനിറ്റുള്ള ഒരു സിനിമ ഉണ്ടാക്കാൻ എത്രത്തോളം അധ്വാനം അതിൻ്റെ പിന്നിലുണ്ട്. സിനിമ എന്നല്ല കേട്ടോ, എല്ലാ കലയ്ക്കും അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. ആ ത്യാഗവും അലച്ചിലും സാമ്പത്തിക നഷ്ടവും അന്വേഷണങ്ങളും ഒക്കെ ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയുണ്ട്. ഉണ്ണി അധികം വൈകാതെ ഒരു വലിയ സിനിമയുടെ ഭാഗമായിട്ട് മലയാളത്തിലെ ഏറ്റവും തിരക്കുള്ളൊരു സംവിധായകനായി മാറും എന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. ആദ്യം തന്നെ ഈ മൂവി എടുത്തതിന് വളരെ നന്ദി. ബിക്കോസ് 3 മലകളാണ് മിക്കാസ എന്ന് ഞാൻ മനസ്സിലാക്കിയത്. ജാപ്പനീസിൽ അല്ലെങ്കിൽ ജപ്പാനിൽ 3 മലകളാണ്. ഇപ്പം നമ്മൾ കണ്ടത് 3 മല കയറാൻ തുടങ്ങുന്ന കുട്ടികളുടെയാണ്. അവർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. അവരുടെ ഫ്യൂച്ചർ നന്നായി വരും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുരുവിൻ്റെ അനുഗ്രഹവും കൂടെയുള്ള ഗുരുക്കളുടെയും സഹപ്രവർത്തകരുടെയും അനുഗ്രഹം, ഞങ്ങളുടെയും അനുഗ്രഹം ഇന്ന് കിട്ടിയിട്ടുണ്ട്. അവർ നന്നായി വരും. പഠിക്കാൻ കുറേയുണ്ട്. അവർ പഠിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. മോൻ പറഞ്ഞതുപോലെ പഠിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത് അത്ര എളുപ്പമല്ല മലകയറ്റം എന്നുള്ളത്. അതുപോലെ നന്നായിട്ട് പ്രാർത്ഥിക്കുക, നന്നായി വരും. വളരെ നല്ല മൂവിയായിരുന്നു. എന്നെ സംബന്ധിച്ച് ചേച്ചി പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് അത് തറവാടാണ്. ഇത്രയും നല്ല തറവാടാണല്ലോ എന്ന് ഞാൻ മനസ്സിൽ കാണുകയും ചെയ്തു. ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ്. അത് ഒരു ആഹാരത്തിന് നമ്മൾ കാണുന്നതിന് മുമ്പോ കാഴ്ച കിട്ടുന്നതിന് മുമ്പോ മണം അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സുരേഷിനറിയാം ഞാൻ ഒരു ഫുഡിയാണെന്നുള്ളത്. ഇതിൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് സ്ക്രീൻ സ്കോർ ചെയ്തത് വളരെ നന്നായിട്ടുണ്ട്. ബിക്കോസ് ആ മൂവിയുടെ മൊമെൻറ്റം അവിടെ നിന്ന് തന്നെ ബിൽഡായി. അതുപോലെ എഡിറ്റിംഗ് വളരെ നന്നായിട്ടുണ്ട്. ഗുഡ് ജോബ്, നന്നായിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ഞാനൊരു ക്രിട്ടിക്കോ ഒരു സിനിമ ആരാധകനോ എങ്ങനെയൊന്നും അറിയില്ല. ബട്ട് എൻ്റെ കാഴ്ചപ്പാടാണ് ഞാൻ പറയുന്നത്. ആ സ്ക്രിപ്റ്റ് കയറി വരുന്നത് ഒരു നമ്മുടെ വര കൊണ്ട് അത് മൂവിയായിട്ട് മാറുന്നത്, ക്യാമറയിലേക്ക് വരുന്നത്, ആ കളർ കോമ്പിനേഷൻ ചേഞ്ചസ് വളരെ നന്നായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ എന്താ പറയുക, സിനിമാറ്റോഗ്രാഫിയോ എന്താ പറയുകയെന്ന് എനിക്കറിയില്ല. പക്ഷെ വളരെ നന്നായിട്ടുണ്ട്. കുട്ടികളുടെ അനുഗ്രഹം, ആക്ടിങ് ബേസിക്കലി വളരെ നന്നായിട്ട് എക്സ്പ്രസീവ് ആയിരുന്നു, നാച്ചുറൽ ആയിരുന്നു. 3 പേരും കുറച്ചും കൂടി പ്രായപൂർത്തി മുഖത്ത് കാണുമ്പോൾ വളരെ ഹാൻസം ആയിരിക്കും. 3 പേരും നന്നായിരുന്നു. അവരുടെ ബോഡി ബിൽഡിംഗ് ഒക്കെ കുറച്ചും കൂടി ആവാനുണ്ട്. അത് കാഴ്ചയിൽ കണ്ടു നമ്മൾ. ബട്ട് എന്നാലും അത് ഡയറക്ടർ സ്കില്ലാണ്. അത് നമ്മൾ കാഴ്ച വെക്കുന്നത്. ഉണ്ണി സാറിന് വളരെ നന്ദി പറയണം. ബിക്കോസ് ആ 3 കുട്ടികളെ വയറ്റി എടുക്കുക, അല്ലെങ്കിൽ ഒരു ഇത് കറി ഉണ്ടാക്കുന്ന പോലെ വയറ്റി എടുക്കുക എന്നൊക്കെ പറയുന്നത് അത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ബട്ട് ഒരു നല്ല മൂവിയായിട്ട് തോന്നി. ഷോർട്ട് ബട്ട് സ്വീറ്റ്. ഇത് ഈ പറഞ്ഞ പോലെ നമ്മളെല്ലാവരും ഐശ്വര്യ റായിനെ ഓർക്കണം. പണ്ട് ഒരു പെപ്സി ആഡ് സാറ് പറഞ്ഞ പോലെ, രഘു സാറാന്ന് തോന്നുന്നു പറഞ്ഞത്, അതിൻ്റെ മൂവിയുടെ വലിപ്പമല്ല, ആ ചെറിയ ഒരു ഇതിൽ മെസ്സേജ് കൺവേ ചെയ്യുന്നതാണ്. അത് ഇതിൽ വളരെ ഭംഗിയായിട്ട് കൺവേ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ഞാൻ കണ്ടതിൽ നിന്ന് മനസ്സിലായത്.
സോ നിങ്ങളും അതുപോലെ തന്നെ ഹാപ്പി ആയിരിക്കുന്നു തോന്നുന്നു. ഇതുപോലെ പല ഈവൻസും വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ഏറെ സന്തോഷമുണ്ട് ഈ സമയത്ത് ഇവിടെ ഈ പ്രോഗ്രാമിന് വരാൻ, അതിൽ പങ്കെടുക്കാൻ. കാരണം അനീനുണ്ണി ഞങ്ങൾ 8ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ഒരുമിച്ച് പഠിച്ചവർ. അതിനുശേഷം ഇപ്പോൾ ഇതിൻ്റെ പ്രൊഡ്യൂസർ സുരേഷും ഞാനും പ്രീ ഡിഗ്രി പഠിച്ച വ്യക്തികളാണ്. പഴയകാല സുഹൃത്തുക്കളാണ് ഡയറക്ടറും നമ്മുടെ ഇതിൻ്റെ പ്രൊഡ്യൂസറും. അപ്പോൾ രണ്ടുപേരും നമ്മൾ വിളിച്ച് ഈ പ്രോഗ്രാം കാണാൻ, ഈ കുട്ടികൾക്കിടെ ഈ പ്രോഗ്രാം കാണുവാൻ വേണ്ടി, ഈ ഷോർട്ട് ഫിലിം കാണുവാൻ വേണ്ടി വിളിച്ചപ്പോൾ വരാനും വന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ എന്താണ് അതിന് പറയുക എന്നുള്ളതറിയില്ല. എങ്കിൽ പോലും നന്നായി, നല്ല രീതിയിൽ, എല്ലാ രീതിയിലും, ഇപ്പോൾ നമ്മൾ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുന്നില്ല, എല്ലാ രീതിയിലും കുട്ടികളായാലും ഡയറക്ടറായാലും നല്ല രീതിയിൽ തന്നെ അത് ചെയ്തു. കാരണം അനീനുണ്ണി ഏകദേശം ഒരു 30 വർഷം മുൻപ് ഞങ്ങളുടെ നാട്ടിലെ അമ്പലത്തിലാണ് ആദ്യമായി ഒരു ചെറിയ ഷോർട്ട് ഫിലിം ചെറിയ ഇതിൽ പിടിച്ചത്. അന്ന് മുതലുള്ള ഓരോ പരിപാടികളും, ഇപ്പോൾ ഞങ്ങൾ വന്ന ആദ്യം പറഞ്ഞ നാടകമായിട്ട് ഞങ്ങൾ ഇതിൽ ബന്ധപ്പെട്ട് പല പരിപാടികളും പോകുന്ന വ്യക്തികളാണ്. എന്ത് പരിപാടികളും എവിടെ നടന്നു കഴിഞ്ഞാലും വിളിക്കാറുണ്ട്, പോകാറുണ്ട്. എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഇപ്പോൾ അനിയനുണ്ണി ആദ്യം ഇവിടെ സുരേഷിൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ ജസ്റ്റ് പരിചയപ്പെട്ടപ്പോൾ ഇങ്ങനെ എൻ്റെ സുഹൃത്താണ് എന്നെല്ലാം പറഞ്ഞ്, അത് കഴിഞ്ഞപ്പോൾ സുരേഷ് എന്നോട് ഒരു അഭിപ്രായം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു 100% വിശ്വസിക്കാം, 100% ഏൽപ്പിക്കാം, ധൈര്യമായി പോയിക്കോ എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് ആ ഫിലിം അല്ലെങ്കിൽ അതിൻ്റെ ആ സമയത്തൊന്നും പോകാൻ പറ്റിയില്ല. ഇപ്പോഴാണ് വന്ന് കാണാൻ പറ്റിയുള്ളൂ. അപ്പോൾ അനീനുണ്ണി ഇനിയും ഉയരങ്ങളിലേക്ക് എത്തട്ടെ. അവൻ്റെ ഒരു സ്വപ്ന ഭവനം അല്ല, ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ് ഒരു ഫിലിം ഡയറക്ടർ ആവുക എന്നുള്ളത്. അപ്പോൾ ഒരു സിനിമ ഡയറക്ടറായി വരട്ടെ എന്ന് ഇപ്പോൾ ആദ്യം പറഞ്ഞതുപോലെ 2026 ഈ കുട്ടികൾക്കും ഡയറക്ടർക്കും നല്ലൊരു ഭാവി ഉണ്ടാവട്ടെ എന്ന് പറയുന്നു. അതേപോലെ തന്നെ കാർത്തിയും ഇവരെല്ലാവരും ചെറുപ്പം മുതലേ കാണാം. അതേപോലെ ദേവദർശ് എൻ്റെ മകൻ്റെ ഒപ്പം പഠിക്കുന്ന കൂട്ടുകാരനാണ്. ഇവരൊന്നിച്ചാണ് കോളേജിൽ പോകുന്നത്. അപ്പൊ ഞാൻ എൻ്റെ പയ്യനെ വിളിച്ചിരുന്നു കാണാൻ, പക്ഷെ അവൻ എത്തിയില്ല. അപ്പോൾ ദേവദർശനും പ്രത്യേകം അതിൻ്റെ അഭിനന്ദനങ്ങൾ. സുരേഷിനും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സത്യത്തിൽ എനിക്ക് 2 അഭിപ്രായമുണ്ട്. വേറെ അഭിപ്രായം കൂടി ഉണ്ട്. ഇതൊരു വലിയ സിനിമ എന്ന് പറഞ്ഞാൽ ആ രീതിയിലേക്ക് കൊണ്ടുവരേണ്ട ഒരു സിനിമയാണ്. കാരണം ഇതിൻ്റെ ടെക്നിക്കൽ സൈഡും അതുപോലെ അഭിനേതാക്കളുടെ പ്രകടനം എല്ലാം ഒരു നല്ലൊരു സിനിമ, വലിയൊരു സിനിമ കാണുന്ന, ഞാൻ ചെറുതാക്കി പറയുന്നതല്ല, ആ രീതിയിലുള്ളൊരു സിനിമയത് ഒട്ടും കുറച്ച് കാണാൻ പറ്റില്ല. കാരണം ഞാനും ഒരുപാട് വർഷങ്ങൾ മുമ്പ് സിനിമയുടെ സെറ്റിൽ എൻ്റെ ജ്യേഷ്ഠനാണ് കല്യാണ സൗന്ദര്യം സിനിമ ചെയ്ത്. അന്ന് അതിൻ്റെ സെറ്റിൽ ഞാൻ എൻ്റെ കൂടെ എപ്പോഴും വരാറുള്ള ആളായിരുന്നു നമ്മുടെ അനിയനുണ്ണി. അന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹമാണ് ഇതുപോലെ വലിയൊരു സിനിമയാണ്. അദ്ദേഹം അതുപോലെ ഒരു അനിയനുണ്ണിയുടെ ഒരു മാഹിൻ വെങ്ങോല എന്ന് പറഞ്ഞൊരു പയ്യനുമായിരുന്നു. എപ്പോഴും വരാറുണ്ട്. എൻ്റെ 2 ചങ്ങാതിമാരാണ്. അന്ന് ഈ പറഞ്ഞത് വിനയൻ്റെ സിനിമയാണ്. അത് ഇപ്പോൾ ഇവിടെ വിനയനെ കുറിച്ച് പ്രതിപാദിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു. വിനയ് സാറിൻ്റെ ഏറ്റവും ആദ്യത്തെ വിജയിച്ച സിനിമയായിരുന്നു അത്. അതുപോലെ ദിവ്യുണ്ണി എന്ന് പറയുന്ന നടിയെ ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്തു ആ സിനിമ തന്നെയായിരുന്നു. ആ സിനിമയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ടായിരുന്നു. എൻ്റെ ജ്യേഷ്ഠൻ ഇതുപോലെ പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ ആദ്യം തന്നെ അദ്ദേഹം ചെയ്ത ഒരു പണിയുണ്ട്. പിന്നെ സാറ് ഈ സിനിമ ചെയ്യാൻ വേണ്ടി പോയപ്പോൾ ആദ്യം തന്നെ ജ്യേഷ്ഠൻ പറഞ്ഞു, എനിക്ക് സിനിമയെക്കുറിച്ച് പഠിക്കാൻ ആദ്യം എനിക്കൊരു സീരിയൽ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യം അപർണ IPS എന്ന് പറയുന്ന ഒരു സീരിയലാണ് അദ്ദേഹം ചെയ്തത്. കാരണം സിനിമയുടെ ഒരു ചെറിയ വേർഷൻ അതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അന്നത്തെ പ്രശസ്ത താരങ്ങളെല്ലാം വെച്ചിട്ടാണെന്ന് അപർണ IPS എന്ന് പറഞ്ഞാൽ സീരിയൽ ചെയ്തത്. ആ സീരിയൽ ഇത് അദ്ദേഹത്തിന് അതിനെക്കുറിച്ചൊരു പരിജ്ഞാനം കിട്ടി. അതിനുശേഷമാണ് ശരിക്കും സിനിമയത്. സത്യത്തിൽ ആ സീരിയൽ അന്ന് സംപ്രേഷണം ചെയ്തില്ല. അത് സംപ്രേഷണം ചെയ്യുന്നതിന് മുമ്പ് ഈ സിനിമ കല്യാണ സൗഗന്ധികം ഇറങ്ങുകയും തൊട്ടടുത്ത സിനിമയുടെ പ്രീ പ്രൊഡക്ഷൻ ഇരിക്കുന്ന സമയത്ത് ശ്രീനിവാസനായിരുന്നു അതിൻ്റെ സ്ക്രിപ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ വിനയ സാറ് ഈ
സംപ്രേഷണം ചെയ്യാത്ത ഈ സിനിമ, ഈ അപർണ IPS എന്ന് പറയുന്ന സിനിമയുടെ സബ്ജക്റ്റ് എടുത്തിട്ടാണ് പിന്നെ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന മറ്റൊരു സിനിമ ചെയ്ത്. പിന്നീട് ഞാനതൊരു കേസിനൊക്കെ പോയിട്ടുണ്ടായി. ഏതായാലും അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറയണം. അപ്പോൾ ഏതായാലും ഞാൻ ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ തോന്നിയൊരു ആശയമാണ്, ഇതിങ്ങനെ ഒരു ചെറിയൊരു ഷോർട്ട് മൂവിയിൽ നിർത്തേണ്ട ഒരു സാധനം ആയിരുന്നില്ല. ഇതിൻ്റെ എല്ലാ രീതിയിലും ഇതിൻ്റെ സിനിമ കുടുംബമാണ് ഇപ്പോൾ ഇത് ചെയ്തിരിക്കുന്നത്. മീരയുടെ കഥ, അതുപോലെ നമ്മുടെ കാർത്തിക് ഉണ്ണികൃഷ്ണൻ്റെ എഡിറ്റിങ്ങും, അതുപോലെ ക്യാമറ, അതുപോലെ അമ്പിളി മാമിൻ്റെ ഇടപെടലും എല്ലാം കൊണ്ട് വളരെ മനോഹരമാണ്. അതുപോലെ വെന്നിയൊക്കെ എൻ്റെ പഴയ സുഹൃത്തുക്കളാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു നല്ല ഒരു വലിയൊരു സിനിമ ആകേണ്ടത് ഈ രീതിയിൽ കൊണ്ടു നിർത്തിയാലാണ് എനിക്ക് ആക്ഷേപമുള്ളത്, അല്ലാതെ ഈ കണ്ടതല്ല. ഏറ്റവും മനോഹരമാണ്. നമ്മൾ നല്ലൊരു സാധനം ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിന്നു പോകുന്ന പോലെ തോന്നിയത് കൊണ്ട് ഞാനങ്ങനെ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞെന്നുള്ളൂ. ഇതിലെ അഭിനേതാക്കളെ ഒന്നും പറയാനില്ല. മക്കളെ, നിങ്ങൾക്ക് ഭാവിയുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പ്രിയമുള്ളവരെ, ഞാൻ അങ്ങനെയാണ് വിളിക്കുന്നത്. ഇവിടെ കൂടിയിരിക്കുന്നെല്ലാം എൻ്റെ ബന്ധുക്കൾ, സ്വന്തക്കാർ, എൻ്റെ സുഹൃത്തുക്കൾ. പിന്നെ ഇവിടെ എനിക്ക് എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇതൊരു ചെറിയൊരു സംരംഭമായിട്ടാണ് നിങ്ങളെല്ലാം കാണുന്നതെങ്കിൽ പോലും ഇതിൻ്റെ പുറയിൽ ഇവിടെ അധ്യക്ഷൻ പറഞ്ഞ പോലെ വളരെ ബൃഹത്തായ ഒരു പ്രയത്നം ഉണ്ടായിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ ക്രിയേഷൻസ്, ആർട്ട്, അതായത് അതിൻ്റെ കഥയുടെ തുടക്കം മുതൽ തന്നെ ഇത് ഇപ്പം നിങ്ങളുടെ മുമ്പിൽ ഒരു പിക്ചർ ഈ സ്ക്രീനിൽ തെളിഞ്ഞു നിൽക്കുന്ന അവസ്ഥ വരെയുള്ള ഓരോ മൊമെൻറ്റ്സും വളരെ പ്രഷ്യസ് ആണ്. എന്നെ സംബന്ധിച്ച് ഞാനൊരു പ്രൊഡ്യൂസറായിട്ടല്ല ഇവിടെ പറയുന്നത്, പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഷോർട്ട് ഫിലിം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി അങ്ങോട്ട് തുടർന്ന് സിനിമകളൊക്കെ എടുക്കണമെന്ന് മനസ്സിൽ ആഗ്രഹങ്ങളുണ്ട്. ഇതൊക്കെ മനുഷ്യൻ്റെ ആഗ്രഹങ്ങളാണ്. ഓരോ ആഗ്രഹങ്ങൾക്കും ചിറകുവിരിക്കുന്നത് അവരുടെ കൂടെ നിൽക്കുന്ന ഓരോ വ്യക്തികളുടെയും, അത് വലിപ്പച്ചെറുപ്പമില്ലാത്ത ഓരോ വ്യക്തികളുടെയും അകമഴിഞ്ഞ ആ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് സംഭവം സാധിക്കുന്നത്. പ്രത്യേകിച്ച് സിനിമയായിക്കോട്ടെ, കലാമൂല്യമുള്ള എല്ലാ പരിപാടികളായിക്കോട്ടെ, അതിന് പുറകിൽ എല്ലാവരുടെയും നല്ലൊരു എഫേർട്ടുണ്ട്. ഇതിനകത്ത് എനിക്ക് എടുത്തു പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ, സിൻസിയറായിട്ടുള്ള എഫേർട്ട് എല്ലാവരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അതിനെ വാസ്തവത്തിൽ അതിശയപ്പെടുത്തിയിട്ടുണ്ട്. ഞാനൊരു തുടക്കക്കാരനാണ്, എനിക്കതിനെക്കുറിച്ച് കാര്യങ്ങൾ അറിയില്ലെങ്കിൽ പോലും അവരുടെ ഭാഗത്തുനിന്ന് എല്ലാം എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരികയും ഇതിങ്ങനെയാണ് അതെങ്ങനെ അതിൻ്റെ എഫക്റ്റ് ഇങ്ങനെ വരും എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കി ഒരു പഠന ക്ലാസ് പോലെ ഇതിൽ അഭിനയിച്ചിട്ടുള്ള 3 സ്റ്റുഡൻസ്, അതിലൊരാൾ എൻ്റെ മകനാണ്. അവരോടൊപ്പം തന്നെ ഞാനും ഇത് പഠിക്കുകയായിരുന്നു എന്തൊക്കെയാണ്, കാരണം എൻ്റെ താല്പര്യം കൊണ്ട്. അപ്പോൾ ഈ പഠനം തന്നെ മുമ്പോട്ട് എല്ലാവർക്കും കൊണ്ടുപോകാൻ കഴിയട്ടെ. ഇതിൽ പ്രവർത്തിച്ച എല്ലാവർക്കും നല്ലത് വരട്ടെ. അതുകൂടാതെ തുടർന്ന് അങ്ങോട്ട് നല്ല നല്ല സംരംഭങ്ങൾ ചെയ്യാൻ കഴിയുമാറാട്ടെ എന്ന് ജഗദീശ്വരൻ പ്രാർത്ഥിക്കുന്നു. ഇവിടെ വന്നെത്തിയ പല ദൂരങ്ങളിൽ നിന്നും വന്നെത്തിയ എല്ലാവർക്കും എൻ്റെ നന്ദി, എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഗ്രാൻഡ് വിസ്ത പ്രൊഡക്ഷൻസിൻ്റെ പേരിൽ നന്ദി അർപ്പിക്കുന്നു. താങ്ക് യു വെരി മച്ച്.